ഹലോ ഗൈസ്, ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. മോനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് ഇന്നലെ പറഞ്ഞു, അമ്മേ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്പലത്തിൽ പോവും. അവരുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും ഞാൻ പോയി എന്തെങ്കിലും ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി വേണം എല്ലാം ചെയ്യാനും. എപ്പോഴും എനിക്ക് അവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ ഉള്ളൂ ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് മക്കൾ പറയും. പക്ഷെ അമ്മമാർക്ക് അങ്ങനെ അല്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം. അത് കഴിയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അത് തൊട്ടടുത്താണ്. ഹോസ്പിറ്റലും അമ്പലവും എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ആദ്യമേ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച്, മോൾക്ക് അമ്പലത്തിൽ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മാത്രം കയറി തൊഴുത് ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരണമല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹോസ്പിറ്റലും അമ്പലവും എല്ലാം തൊട്ടപ്പുറത്താണ്. ഞാനെന്നാൽ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. മോളെന്നാൽ അങ്ങോട്ട് ചെന്ന് അവിടെ ചീട്ടെഴുതാൻ പറഞ്ഞായിരുന്നു. അവൾ ചീട്ടെഴുതാൻ വേണ്ടി പോയി. അതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ട് ശേഷമാണ് ഞാൻ അവിടെ കൂടെ ചെന്നപ്പോൾ അവിടെ 17ാമത്തെ ടോക്കണായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് മടുത്തു. പിന്നെ ഏറ്റവും അവസാനം നമ്മളെ വിളിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കമ്മലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കാല് വെക്കാം, നീ ഒന്ന് കാല് വെക്കെന്നും പറഞ്ഞ് ഇനിയുമ്പോൾ അവൾ തലയും കുത്തി കിടക്കണം ഇനിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ഞാൻ വന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് പോകാം, എനിക്ക് സദ്യ കഴിക്കണം കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. എന്നാൽ വാന്നും പറഞ്ഞ് അവിടെ പോയി സദ്യയൊക്കെ വിളമ്പി ഒരു തന്നു. കറികളൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മോക്കാണ് വെജ് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അവിടെ വെജിറ്റേറിയനാണ് എല്ലാവരും. അപ്പോൾ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന് മുമ്പേ എനിക്ക് സദ്യ കിട്ടി. ടോക്കണൊക്കെ ആദ്യമേ എടുത്തിട്ടാണ് നമുക്ക് സദ്യ തരുന്നത്. അതിന് ശേഷം ഞാൻ ആ സദ്യ അവർ ചോദിച്ചു പരിപ്പ് വേണോ സാമ്പാർ വേണോ. ഞാൻ പറഞ്ഞു പരിപ്പ് തന്നെ മതി ആദ്യമേ എന്ന് പറഞ്ഞു. അവളതിനകത്തുനിന്ന് കപ്പയൊക്കെ എടുത്ത് കഴിക്കുവാണ്. പായസം വരെയുണ്ട്. അങ്ങനെ ഞാനന്ന് സദ്യ ഉണ്ണട്ടെ. നമുക്ക് പിന്നെ കാണാം ഗൈസ്. ഓക്കേ.